ഡേറ്റ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഒരു എക്സാം നടത്തി കഴിയുമ്പോൾ തന്നെ ഡേറ്റ്സിന്റെ ഭാഗം ക്ലിയർ ആവും. അപ്പൊ നമുക്കൊന്ന് തുടങ്ങിയാലോ എന്ന സമയം കളയാതെ. അപ്പൊ നമ്മൾ ഓരോ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ജനുവരി മാസത്തിലെ ദിനങ്ങളാണ് ദേശീയ പത്രദിനം എന്നാണ്. ദേശീയ പത്രദിനം. ദേശീയ പത്രദിനം എന്നാണ് ജനുവരി മാസം 29-ാം തീയതിയാണ്. ജനുവരി മാസം 29 ദേശീയ പത്രദിനമാണ്. ദേശീയ പത്രദിനമാണ്. ദേശീയ പത്രദിനം. ഇപ്പൊ ദേശീയ പത്രദിനം എന്ന് പറയുന്നത് ജനുവരി 29. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിനങ്ങൾ മാത്രം സെലക്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മളിപ്പോ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദേശീയ പത്രദിനം ജനുവരി 29. അടുത്ത ദിനമാണ് കുഷ്ഠരോഗ വിരുദ്ധ ദിനവും രക്തസാക്ഷി ദിനവും. ജനുവരി 30 എന്ന് പറയുന്നത് ജനുവരി 30 കുഷ്ഠരോഗ വിരുദ്ധ ദിനവും രക്തസാക്ഷി ദിനവുമാണ്. നമുക്ക് ചില ഡേറ്റുകൾ ഓർത്തിരിക്കാൻ വേണ്ടി ചില കണക്ഷൻസും ചെറിയ കോഡുകളൊക്കെ വെച്ചിട്ട് പറ്റുന്നതൊക്കെ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാം. പിന്നെ എക്സാം കൂടി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡേറ്റ്സ് എല്ലാം റെഡി ആവും. അപ്പൊ ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് പോവാം. ജനുവരി 30 കുഷ്ഠരോഗ വിരുദ്ധ ദിനവും രക്തസാക്ഷി ദിനവും. രക്തസാക്ഷി ദിനം എല്ലാവർക്കും അറിയാം. ഗാന്ധിജി വധിക്കപ്പെട്ട ദിവസമാണ് രക്തസാക്ഷി ദിനം. അത് ജനുവരി 30. കുഷ്ഠരോഗ വിരുദ്ധ ദിനമാണ് ജനുവരി 30. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം? ഈ കഷ്ടകാലം പിടിച്ചവരല്ലേ രക്തസാക്ഷികളാവുക. അങ്ങനെ ഓർക്കുക, കഷ്ടകാലം പിടിച്ചവരാണ് രക്തസാക്ഷികളാവുക. അപ്പൊ രക്തസാക്ഷി ദിനവും കഷ്ടം എന്ന് ഓർക്കുക, കഷ്ടകാലം പിടിച്ചവർ, കുഷ്ഠരോഗ വിരുദ്ധ ദിനവും. അപ്പൊ ജനുവരി 30 എന്ന് പറയുന്നത് കുഷ്ഠരോഗ വിരുദ്ധ ദിനവും രക്തസാക്ഷി ദിനവുമാണ്. അപ്പൊ ജനുവരിയിലെ 2 ദിവസങ്ങളാണ് പഠിച്ചത്. 2 ദിനങ്ങളാണ് നമ്മൾ പഠിച്ചത്. ജനുവരി 29 ദേശീയ പത്രദിനമാണ്. ജനുവരി 30 എന്ന് പറയുന്നത് കുഷ്ഠരോഗ വിരുദ്ധ ദിനവും രക്തസാക്ഷി ദിനവുമാണ്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തൊരു ദിനത്തിലേക്ക് പോകാം. ഫെബ്രുവരി മാസത്തിലെ ദിനങ്ങളാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഫെബ്രുവരി 2 ഏത് ദിനമാണ്? ലോക തണ്ണീർത്തട ദിനമാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. നമ്മൾ ചില കണക്ഷൻസ് ഒക്കെ വെച്ച് പറഞ്ഞു പോകും. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. വേറെ ബുദ്ധിമുട്ടൊന്നും ആരും വിചാരിക്കേണ്ട. നമ്മുടെ ക്ലാസ് നമുക്ക് ഒരു മാർക്ക് നേടാനുള്ള കണ്ടന്റ് നമ്മുടെ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കണക്ഷൻസ് പറയും. അത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. നമുക്ക് ഇത് എങ്ങനെ ഓർത്തിരിക്കാം? ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമാണ്. തണ്ണീർത്തട ദിനം. തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. അതായത് നമ്മൾ വരിയൊക്കെ നിന്നിട്ടല്ലേ ബിവറേജിലാണെങ്കിലും അല്ലെങ്കിൽ മദ്യമൊക്കെ മേടിക്കാൻ, തണ്ണിയൊക്കെ മേടിക്കാൻ വരി നിന്നിട്ടല്ലേ 2 പെഗ് അടിക്കാനുള്ള പരിപാടി ഒപ്പിക്കണേ. അങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക്. ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് ക്ലാസ് കേട്ടിട്ട് ആരും പോയി മദ്യമൊന്നും കഴിക്കാൻ നിൽക്കണ്ട. അത്ര നല്ലതല്ല. ഇപ്പൊ ഫെബ്രുവരി വരി നിന്നിട്ടാണ് നമ്മൾ ബിവറേജിന്റെ സാധനം മേടിക്കുക, തണ്ണി മേടിക്കുക. അത് 2 പെഗൊക്കെ അടിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ഓർക്കുക. ഫെബ്രുവരി 2 വരി നിന്ന്. അപ്പൊ തണ്ണീർത്തട ദിനം, ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. ഫെബ്രുവരി 2. ഓക്കെ, കിട്ടുന്നുണ്ടോ? അടുത്തത് ലോക ക്യാൻസർ ദിനമാണ്. ലോക ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. ഫെബ്രുവരി 12 ഏതാണ്? ഡാർവിൻ ദിനമാണ്. ഡാർവിൻ ദിനം ഫെബ്രുവരി 12. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്. ദേശീയ ശാസ്ത്ര ദിനം അത് ഫെബ്രുവരി 28. ഫെബ്രുവരി 28ന്റെ പ്രത്യേകത എന്താണ്? ഫെബ്രുവരി 28 എന്തുകൊണ്ടാണ് ദേശീയ ശാസ്ത്ര ദിനമായിട്ട് എടുത്തത്? CV രാമന് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. CV രാമന് 1928 ഫെബ്രുവരി മാസം 28-ാം തീയതി കടലിന്റെ നീല നിറത്തിന് കാരണം കണ്ടെത്തി. എന്താണ് കടലിന്റെ നീല നിറത്തിന് കാരണം? സ്കാറ്ററിംഗ് ആണെന്ന് കണ്ടെത്തി. സ്കാറ്ററിംഗ്, ഓക്കെ, അഥവാ വിസരണം. സ്കാറ്ററിംഗ് അഥവാ വിസരണം ആണെന്ന് കണ്ടെത്തി.
ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് 1986 മുതൽ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. അതായത് CV രാമന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സ്കാറ്ററിംഗ്, കടലിന്റെ നീല നിറത്തിന് കാരണം, ആകാശത്തിന്റെ നീല നിറത്തിനും കാരണം സ്കാറ്ററിംഗ് തന്നെയാണ്. ആകാശത്തിന് നീല നിറം കണ്ടുപിടിച്ച ആരാണ്? ലോർഡ് റെയ്ലി എന്ന് പറയുന്ന ആളാണ്. ആരാണ്? ലോർഡ് റെയ്ലി. ലോർഡ് റെയ്ലി എന്ന് പറയുന്ന ആളാണ് ആകാശത്തിന് നീല നിറം സ്കാറ്ററിംഗ് ആണെന്ന് കണ്ടെത്തിയത്. എന്നാൽ CV രാമനാണ് കടലിന്റെ നീല നിറം കണ്ടെത്തിയത്. നമ്മൾ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, അത് നമ്മൾ ഡീറ്റെയിൽ മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 അത് CV രാമന്റെ കടലിന്റെ നീല നിറം ത്തിന് കാരണം കണ്ടെത്തിയതിനുള്ള സ്മരണാർത്ഥമാണ് ആചരിച്ചു വരുന്നത് ആ ദിനം. അത് ഓർത്തു വയ്ക്കാം. അപ്പൊ ഫെബ്രുവരിയിൽ നമ്മൾ 4 ദിനങ്ങളാണ് പഠിച്ചത്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം, ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം, ഫെബ്രുവരി 12 ഡാർവിൻ ദിനം, ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്ത ദിനങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത മാസത്തില് ഫെബ്രുവരിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ടതിനൊക്കെ ചോദിച്ചു വരുന്ന ദിനങ്ങൾ മാത്രം സെലക്ട് ചെയ്തുള്ള ക്ലാസ്സുകളാണിത്. ഈ കടന്നു വന്ന് ഓർത്തു വെച്ചേക്കാം. ഇപ്പൊ അടുത്ത മാസത്തില് മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. മാർച്ച് 3 ലോക വന്യജീവി ദിനമാണ്. മാർച്ച് 3 ഏതാണ്? ലോക വന്യജീവി ദിനമാണ്. മാർച്ച് 3 ലോക വന്യജീവി ദിനം. മാർച്ച് 16 ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനമാണ്. മാർച്ച് 16 ഏതാണ്? ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനമാണ്. മാർച്ച് 20 ലോക അങ്ങാടിക്കുരുവി ദിനമാണ്. ലോക അങ്ങാടിക്കുരുവി ദിനം എന്നാണ്? മാർച്ച് 20 ലോക അങ്ങാടിക്കുരുവി ദിനം. ഈ 3 ദിനങ്ങൾ ഓർത്തു വയ്ക്കുക. മാർച്ച് 3 ലോക വന്യജീവി ദിനം, മാർച്ച് 16 ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനം, മാർച്ച് 20 ലോക അങ്ങാടിക്കുരുവി ദിനം. പിന്നെ സന്തോഷ ദിനം എന്ന് പറയുന്ന ഒരു ദിനം കൂടി ഉണ്ട്, നമുക്ക് അത്ര അത്യാവശ്യം ഉള്ളതുകൊണ്ട്. ലോക അങ്ങാടിക്കുരുവി ദിനം ഓർത്തു വയ്ക്കുക, മാർച്ച് 20. ഓക്കെ. മാർച്ച് 21 ലോക വനദിനം. ലോക വനദിനം എന്നാണ്? മാർച്ച് 21 ലോക വനദിനം. മാർച്ചിലെ തന്നെ ബാക്കിയുള്ള ദിനങ്ങളും കൂടി നോക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ 4 പഠിച്ചത് മാർച്ച് 3 ലോക വന്യജീവി ദിനം, മാർച്ച് 16 ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനം, മാർച്ച് 20 ലോക അങ്ങാടിക്കുരുവി ദിനം, മാർച്ച് 21 ലോക വനദിനം. ഇനി അടുത്തത് മാർച്ച് 22 മാർച്ച് 22 ലോക ജലദിനമാണ്. ലോക ജലദിനമാണ്. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22 മാർച്ച് 22 ലോക ജലദിനം, മാർച്ച് 23 ലോക കാലാവസ്ഥ ദിനം, മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. അപ്പൊ ഈ 4 ദിനങ്ങൾ കൂടി മാർച്ച് 21 തൊട്ട് മാർച്ച് 21, 22, 23, മാർച്ച് 24. സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചാറ്റ് ചെയ്യാവോ? കമന്റ് ഇടാവോ? എല്ലാവരും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മാർച്ചിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ദിനങ്ങളാണ്. ഇപ്പോ ഈ നമ്മള് മാർച്ച് 21, മാർച്ച് 22, മാർച്ച് 23, മാർച്ച് 24 ഇതൊക്കെ മാറി മാറി എപ്പോഴും വേണമെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്കൊരു കോഡിലൂടെ ഓർത്തിരിക്കാം. ഇത്രയും ദിനങ്ങള് മാർച്ച് 21, 22, 21. എന്താണ് കോഡ്? വനജയുടെ ആരെങ്കിലും നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തെടുത്തോളാം. വനജയുടെ കാലക്ഷയം എന്നുള്ള ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് ഈ ഇത് ഓർത്തിരിക്കാം. എങ്ങനെയാ ഓർക്കണേ? ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതാവേ, ഇതൊന്ന് മനസ്സിലാകാൻ പാകത്തിനൊന്ന് എഴുതാം. വനജയുടെ കാലക്ഷയം, ഇതാണ് നമ്മുടെ കോഡ്.
മാർച്ച് 21 തൊട്ട് 24 വരെ ഉള്ളത്. മാർച്ച് 21 എന്താണ്? വനദിനമാണ്, ലോക വനദിനമാണ്. അപ്പൊ ലോക ജലദിനം എന്നാണ്? ഈ ജ എടുക്കുക, വനജയുടെ ജ. മാർച്ച് 22 ഒന്ന് വനദിനം. കാലക്ഷയം, കാലാവസ്ഥ, കാലെടുക്കുക, കാലാവസ്ഥ ദിനം. ക്ഷയരോഗ ദിനം. ഓക്കെ, വനജയുടെ കാലക്ഷയം. അപ്പൊ ഈ 4 ഈ കോഡിലൂടെ തന്നെ ഓർത്തിരിക്കാൻ. അപ്പൊ ഓർഡറാണ് ഇത്. മാർച്ച് 21, ഇത് മാർച്ച് 22 ജലദിനം. കാലാവസ്ഥ ദിനം മാർച്ച് 23. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ഓക്കെ, അപ്പൊ ഇത്രയും ദിനങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കാം. അപ്പൊ മാർച്ചിലെ ദിനങ്ങൾ ഒന്നോട് നോക്കിയിട്ട് നമുക്ക് അടുത്ത മാസത്തിലേക്ക് പോവാം. ഇത് ക്ലിയർ ആണോ? ഇത്രയും ലോക വന്യജീവി ദിനം. ഓക്കെ, ലോക വന്യജീവി ദിനമാണ്. ലോക വന്യജീവി ദിനം മാർച്ച് 3. മാർച്ച് 16 ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനം. മാർച്ച് 20 ലോക അങ്ങാടിക്കുഴി ദിനം. മാർച്ച് 21 ലോക വനദിനം. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 21 ലോക കാലാവസ്ഥ ദിനം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ഇനി അടുത്ത ദിനത്തിലേക്ക് പോകുന്നത് ഏപ്രിൽ മാസത്തിലെ ദിനങ്ങൾ ഏതൊക്കെയാണ്? ഏപ്രിൽ 2 ഓട്ടിസം അവബോധ ദിനമാണ്. ഏപ്രിൽ 2 ഏതാണ്? ഓട്ടിസം അവബോധ ദിനമാണ്. ഓട്ടിസം അവബോധ ദിനമാണ് ഏപ്രിൽ 2. ഏപ്രിൽ 7 എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഏപ്രിൽ 7 എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ലോക ആരോഗ്യ ദിനം. ലോക ആരോഗ്യ ദിനമാണ് ഏപ്രിൽ 7. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ്. ഏപ്രിൽ 12 ലോക ബഹിരാകാശ ദിനം. ലോക ബഹിരാകാശ ദിനമാണ് ഏപ്രിൽ 12. ഹീമോഫീലിയ, രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഹീമോഫീലിയ ആണ്. അപ്പൊ ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ 17. ഏപ്രിൽ 17. ഇപ്പൊ ഇത്രയും ദിനങ്ങൾ ഓർത്തിരിക്കുക. ഏപ്രിൽ മാസത്തിലെ ഏപ്രിൽ 2 ഓട്ടിസം അവബോധ ദിനം. ഏപ്രിൽ 2 ഓട്ടിസം അവബോധ ദിനം. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ഏപ്രിൽ 12 ലോക ബഹിരാകാശ ദിനം. ഏപ്രിൽ 12 ലോക ബഹിരാകാശ ദിനം. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. നിങ്ങൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ നമുക്കത് എക്സാം ഒക്കെ നടത്തി കണക്ട് ചെയ്തൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേനും കുറച്ച് എക്സാം ഒക്കെ എടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള എടുത്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തോളാം. എക്സാം കഴിയുമ്പോൾ റെഡി ആയിക്കോളും. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ വന്നേക്കാം. അത് കാര്യമാക്കണ്ട. ഇപ്പൊ ഏപ്രിൽ 2 ഓട്ടിസം അവബോധ ദിനം. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ഏപ്രിൽ 12 ലോക ബഹിരാകാശ ദിനം. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഇടയ്ക്ക് നിങ്ങൾ ഈ ഇതിന്റെ PDF കൂടി കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഇടയ്ക്ക് റിഫ്രഷ് ചെയ്യാം. അപ്പൊ കൃത്യമായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. കേട്ട് തുടക്കത്തില് പേടിക്കണ്ട. ഏപ്രിൽ 22 ലോക ഭൗമ ദിനം. ലോക ഭൗമ ദിനം എന്നാണ്? ലോക ഭൗമ ദിനം ഏപ്രിൽ 22. ലോക മലേറിയ ദിനം 25. ഏപ്രിൽ 25 മലേറിയ ദിനമാണ്. ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. ക്ലിയർ ആണോ? ലോക ഭൗമ ദിനമാണ് ഏപ്രിൽ 22. ലോക മലേറിയ ദിനമാണ് 25. ഏപ്രിൽ 25. അപ്പൊ ഇത്രയും ഡേറ്റുകൾ ഏപ്രിൽ മാസത്തിൽ ഓർത്ത് വയ്ക്കുക. നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട മാസത്തിലെ ഡേറ്റുകളിലേക്ക് പോവാം. മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ. മെയ് 1 തൊഴിലാളി ദിനമാണ്. തൊഴിലാളി ദിനം. മെയ് 1 ഏതാണ്? തൊഴിലാളി ദിനമാണ്. മെയ് 1 തൊഴിലാളി ദിനം. മെയ് 12 എന്താണ്? അന്തർദേശീയ നേഴ്സ് ദിനമാണ്. നേഴ്സ് ദിനമാണ്. അന്തർദേശീയ നേഴ്സ് ദിനമാണ് മെയ് 12. മെയ് 15 എന്താണ്? അന്താരാഷ്ട്ര കുടുംബ ദിനമാണ്. മെയ് 12 അന്താരാഷ്ട്ര കുടുംബ ദിനമാണ്. അന്താരാഷ്ട്ര കുടുംബ ദിനം എന്നാണ്? മെയ് 15 മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനം.
ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് മാസം 22-ാം തീയതിയാണ്. അപ്പൊ ഈ സ്ലൈഡിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ മെയ് മാസത്തിലെ ദിനങ്ങളാണ്. മെയ് 1 തൊഴിലാളി ദിനം, മെയ് 12 അന്തർദേശീയ നേഴ്സസ് ദിനം, അന്താരാഷ്ട്ര കുടുംബ ദിനം മെയ് 15 മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനം. ലോക ജൈവ വൈവിധ്യ ദിനം. ഓക്കെ, അടുത്ത ഈ മെയ് മാസത്തിലെ അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. മെയ് 29 മൗണ്ട് എവറസ്റ്റ് ദിനം. 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 മൗണ്ട് എവറസ്റ്റ് എന്നാണ്? മൗണ്ട് മെയ് ആണെന്നുള്ളത് ഓർക്കാനായിട്ട് ഇത് മൗണ്ട് എം ഉണ്ടോ? എമ്മിന്റെ ഒരു ഇത് കുന്നു പോലെയല്ലേ ഇരിക്കണേ, എവറസ്റ്റ് പോലെയല്ലേ ഇരിക്കണേ. അപ്പൊ അത് ഓർത്തിരിക്കാം, എം ആണെന്നുള്ളത് ഓർക്കാം. അപ്പൊ മെയ് 29 മെയ് മാസം ആണെന്ന് ഓർക്കാനായിട്ട് ഇങ്ങനെ ഈ എമ്മിന്റെ ഇത് മുൻപെടുത്താൽ മതി. അപ്പൊ മൗണ്ട് എവറസ്റ്റ് ദിനമാണ് മെയ് 29. മെയ് 29 മൗണ്ട് എവറസ്റ്റ് ദിനം. മൗണ്ട് എവറസ്റ്റ് ദിനം മെയ് 29. അടുത്തതാണ് മെയ് 31. മെയ് 31 ഏതാണ്? ലോക പുകയില വിരുദ്ധ ദിനമാണ്. ലോക പുകയില വിരുദ്ധ ദിനം. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? മെയ് മാസം മെയ് പുകയില വിരുദ്ധ ദിനമാണ്. പുകയില, പുകവലി വിരുദ്ധ ദിനം അല്ല കേട്ടോ. പുകവലി വിരുദ്ധ ദിനം വേറെ ഉണ്ട്, മാർച്ച് 13 ഉണ്ട്. അതല്ല, ഇത് പുകയില വിരുദ്ധ ദിനമാണ്. പുകവലി അല്ല, പുകയില വിരുദ്ധ ദിനം. ഇല, അത് ഓർത്തു വെച്ചാലേ. അപ്പൊ മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ഇതെങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം? ഇത് ഓർത്തിരിക്കാനായിട്ട് ഒരു ചെറിയ കണക്ഷൻ പറഞ്ഞുതരാം. നമ്മള് പുകയിലയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മെയ് എന്ന് പറയുമ്പോ ശരീരത്തിന് കേടല്ലേ. ഇപ്പൊ മെയ് മാസമാണെന്ന് ഓർക്കാം. പുകയില ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെയ് 31 ലാസ്റ്റ് അല്ലേ, അതോടെ അവസാനമാണെന്ന് ഓർക്കുക. മെയ് എങ്ങനെ ഓർക്കാം? ശരീരത്തെ പുകയില വിരുദ്ധ ദിനം. മെയ് ശരീരത്തിന്, മെയ് എന്ന് പറയുമ്പോൾ ശരീരത്തിന് കേടായിട്ടുള്ള സാധനമാണ് പുകയില, അത് ഓർക്കുക. ഇത് മെയ് 31 ഓർക്കാൻ, അതോടെ അവസാനം ഓർക്കുക. അപ്പൊ 31 മെയ് 31 അങ്ങനെ കണക്ട്. സ്പീഡ് കൂടുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലേ? സൗണ്ട് ഒക്കെ വ്യക്തമല്ലേ? അപ്പൊ നമ്മൾ മെയ് മാസത്തിൽ ഏതൊക്കെ നോക്കിയതാ? നമ്മള് സ്പീഡ് കൂട്ടുന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് റിവിഷൻ അടിച്ച് ഇത് പരീക്ഷ കയറി സെറ്റ് ആക്കി പോകാട്ടോ. ആരും പേടിക്കണ്ട. സ്പീഡ് കുറച്ച് നമുക്ക് പാകത്തിനുള്ള സ്പീഡിൽ എടുക്കാം. ഇനിയിപ്പോ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ആവും. കാരണം നമ്മൾ എക്സാം ഒക്കെ നടത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർത്തെടുത്ത് നിങ്ങൾ ഡേറ്റ്സ് എക്സാം ചെയ്യും. ഇത് കേൾക്കുന്നതിന്റെ ഒപ്പം എക്സാം കൂടി ചെയ്യും. നമ്മള് സ്പീഡ് കുറച്ച് 2-3 പ്രാവശ്യം റിവിഷനും കൂടി ചെയ്യും. ഇന്ന് തന്നെ ചെയ്യും. അത് റിവിഷനും കൂടി ചെയ്താട്ടോ പോണേ. അത് പേടിക്കേണ്ട, സ്പീഡൊന്നും കൂട്ടുന്നില്ല. ഇത് ഒത്തിരി ഡേറ്റ്സ് വരുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ തുടക്കത്തിലുള്ളതാണ്. അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പേടിക്കൊന്നും വേണ്ട. ഇത് ആദ്യത്തെ ഒരു അപരിചിതത്വം മാത്രമാണ്. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആക്കും. ഓക്കെ, അപ്പൊ മെയ് മാസത്തിലെ ഏതൊക്കെ ഡേറ്റ് നോക്കിയാൽ നമ്മള്? മെയ് മാസത്തിലെ മെയ് 1 തൊഴിലാളി ദിനമാണ്. മെയ് 1 തൊഴിലാളി ദിനമാണ്. മെയ് 12 അന്തർദേശീയ നേഴ്സ് ദിനമാണ്. അന്തർദേശീയ നേഴ്സ് ദിനം എന്നാണ്? മെയ് 12 മെയ് 15 അന്താരാഷ്ട്ര കുടുംബ ദിനമാണ്. മെയ് 15 എന്താണ്? അന്താരാഷ്ട്ര കുടുംബ ദിനമാണ്. മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനം. ലോക ജൈവ വൈവിധ്യ ദിനം. അടുത്ത നമ്മള് മൗണ്ട് എവറസ്റ്റ് ദിനം. മൗണ്ട് എവറസ്റ്റ് മെയ് മാസത്തിലാണ്. മൗണ്ട് എന്നുള്ളതിനെ ഓർക്കാൻ എം ഓർക്കാന്ന് പറഞ്ഞു. എം എവറസ്റ്റ് പോലെ ഇരിക്കണമെന്ന് ഓർക്കുക. അപ്പൊ അത് മെയ് മാസം ഓർത്ത് വെക്കുക. അപ്പൊ മൗണ്ട് എവറസ്റ്റ് ദിനമാണ് മെയ് 29. അതിനൊപ്പം ഓർത്തു വെക്കുക. മെയ് 29 മൗണ്ട് എവറസ്റ്റ് ദിനം. പുകയില, ലോക പുകയില വിരുദ്ധ ദിനമാണ് മെയ് 31. മെയ് പുകയില കഴിച്ച ശരീരത്തിന് അപകടമാണ്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമാണ്. 31 പുകയില ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതോടെ അവസാനമാണ്. അപ്പൊ 31 കൂടി കണക്ട് ചെയ്തു അതിനകത്ത്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ഓക്കെ, നമുക്ക് റിവിഷൻ അടിച്ച് ഒന്നോടെ സെറ്റായി എക്സാം എഴുതി പോകാം കേട്ടോ. ആരും പേടിക്കൊന്നും വേണ്ട. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം, അടുത്ത മാസത്തിലേക്ക് പോവാം.
ജൂൺ മാസത്തിലെ പ്രധാന ദിനങ്ങൾ. ജൂൺ മാസത്തിലെ പ്രധാന ദിനങ്ങൾ. ജൂണിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിനമാണ്, എപ്പോഴും ചോദിക്കാറുള്ള ദിനമാണ് ഏത്? ജൂൺ 5. ജൂൺ 5 എന്താണ് പ്രത്യേകത? ലോക പരിസ്ഥിതി ദിനമാണ്. ലോക പരിസ്ഥിതി ദിനമാണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഓക്കെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ജൂൺ 8 ലോക സമുദ്ര ദിനമാണ്. ലോക സമുദ്ര ദിനം. ലോക സമുദ്ര ദിനം എന്നാണ് ജൂൺ 8 ആണ്. ജൂൺ 8 ലോക സമുദ്ര ദിനം. ജൂൺ 12 ബാലവേല ദിനമാണ്. ബാലവേല ദിനം. ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ബാലവേല ദിനമാണ് ജൂൺ 12. ജൂൺ 12 ഓർത്തു വയ്ക്കുക, ബാലവേല ദിനം. ലോക രക്തദാന ദിനം എന്നാണ്, അത് ലോക രക്തദാന ദിനം. ലോക രക്തദാന ദിനമാണ് ജൂൺ 14. ജൂൺ 14 ലോക രക്തദാന ദിനം. ഓക്കെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ജൂൺ 8 ലോക സമുദ്ര ദിനം. ജൂൺ 12 ബാലവേല ദിനം. ജൂൺ 14 ലോക രക്തദാന ദിനം. ഒരു വട്ടം കൂടി പറയാം, ശ്രദ്ധിച്ചിരുന്നോ? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ജൂൺ 8 ലോക സമുദ്ര ദിനം. ജൂൺ 12 ബാലവേല ദിനം. ജൂൺ 14 ലോക രക്തദാന ദിനം. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ലോക മരുഭൂമി മരുവൽക്കരണ വിരുദ്ധ ദിനം എന്നാണ്. ലോക മരുഭൂമി മരുവൽക്കരണ വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 17 തീയതിയാണ്. ലോക മരുഭൂമി മരുവൽക്കരണ വിരുദ്ധ ദിനമാണ്. ഇടയ്ക്ക് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ്. നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒത്തിരി ഡേറ്റുകൾ പഠിക്കാനുണ്ട്. അതിനകത്തുനിന്ന് ഏറ്റവും സെലക്റ്റീവ് ആയിട്ട് കേട്ടിട്ട് ചോദിച്ചു വരുന്ന കണ്ടന്റുകളും നമ്മൾ ഫോക്കസ് ചെയ്തെടുത്തേക്കണെയാണ്. മസ്റ്റ് ആയിട്ട് ഇത്രയും ഡേറ്റുകൾ നമ്മൾ ക്ലിയർ ആക്കി സെറ്റ് ആക്കി പോകും. ഇപ്പൊ ജൂൺ 17 പ്രത്യേകത എന്താണ്? ലോക മരുഭൂമി മരുവൽക്കരണ വിരുദ്ധ ദിനമാണ്. ലോക മരുഭൂമി മരുവൽക്കരണ വിരുദ്ധ ദിനമാണ് ജൂൺ 17. നമുക്ക് അടുത്ത മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്ക് പോവാം. ജൂലൈ മാസത്തിലെ പ്രധാന ദിനങ്ങൾ. ജൂലൈയിലെ പ്രധാന ദിനങ്ങൾ ഏതൊക്കെയാണ്? ജൂലൈ 1 എന്താ പ്രത്യേകത? ദേശീയ വന മഹോത്സവ ദിനമാണ്. ജൂലൈ 1 ദേശീയ വന മഹോത്സവ ദിനമാണ്. ദേശീയ വന മഹോത്സവ ദിനം എന്നാണ് ജൂലൈ 1. ജൂലൈ 1 ദേശീയ വന മഹോത്സവ ദിനം. ദേശീയ വന മഹോത്സവ ദിനമാണ് ജൂലൈ 1. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനം. രണ്ട് ഇമ്പോർട്ടന്റ് ദിനങ്ങളാണ്. ഏതാണ്? ദേശീയ വന മഹോത്സവ ദിനം എന്നാണ് ജൂലൈ 1. ജൂലൈ 1. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനമാണ്. അന്താരാഷ്ട്ര കടുവാ ദിനം. ഓക്കെ, ജൂലൈയിലെ പ്രധാനപ്പെട്ട രണ്ട് ദിനങ്ങളാണ് ഇപ്പോൾ നോക്കിയത്. ജൂലൈ 1 ദേശീയ വന മഹോത്സവ ദിനമാണ്. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനമാണ്. അടുത്തതിലെ ആഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. ആഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ. ആഗസ്റ്റ് 20. ആഗസ്റ്റ് 20 എങ്ങനെയാ? അന്തർദേശീയ കൊതുക് ദിനമാണ്. ആഗസ്റ്റ് ആണെന്ന് ഓർക്കുക, അന്തർദേശീയ കൊതുക് ദിനം. ഇവിടെ ആകെ കൊതുക എന്ന് പറയാം. ആഗസ്റ്റ് ആകെ കൊതുക എന്ന് പറയില്ലേ? ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, കൊച്ചിയിലൊക്കെ ചെന്ന ആകെ കൊതുകാണ്. ആഗസ്റ്റ് അന്തർദേശീയ കൊതുക് ദിനം എന്നാണ്. ഇവിടെ ആകെ കൊതുക എന്ന് പറയാം. ആകെ കൊതുക്. ആഗസ്റ്റ് അങ്ങനെ കണക്ക് കേട്ടോ. ആഗസ്റ്റ് 20. കൊതുക് 1 2 അല്ലോ, 10-20 കൊതുക് ഉണ്ടെന്ന് ഓർക്കുക. ആകെ കൊതുക്. ഇവിടെ ആകെ കൊതുകാണ്. അന്തർദേശീയ കൊതുക് ദിനം. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറയുന്ന കോഡുകളാണ്. എന്തെങ്കിലും അപാകതയൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആഗസ്റ്റ് 20 അന്തർദേശീയ കൊതുക് ദിനം. ആകെ കൊതുക എന്ന് ഓർക്കുക. ആഗസ്റ്റ് മാസം അന്ന് കിട്ടും. ഇനി ലോക നാട്ടറിവ് ദിനം. ലോക നാട്ടറിവ് ദിനം. നമ്മുടെ നാട്ടിൽ ഒരു 10-22 വയസ്സുള്ള ഒരു പയ്യനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരാളുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് പറയും? അവന് ഇച്ചിരി അറിവൊക്കെ ഉണ്ടെങ്കിൽ എന്ത് പറയും? നാട്ടിലുള്ള അവന് അറിവുണ്ടെങ്കിൽ അവൻ ആകെ അറിവുള്ള ഒരാളെന്ന് പറയാം. ആകെ അറിവുള്ള ഒരുത്തൻ അവനുള്ളൂ എന്ന് പറയും. ആകെ അറിവ്.
ലോക നാട്ടറിവ് ദിനം. 10-22 വയസ്സുള്ള ഒരു ആളെ കണക്ട് ചെയ്യുക. അവൻ അറിവാന്ന് ഓർക്കുക. ലോക നാട്ടറിവ് ദിനം എന്നാണ് ആഗസ്റ്റ് 22 ആഗസ്റ്റ് 22. ഓക്കെ, ആഗസ്റ്റ് 22. അപ്പൊ നമ്മൾ പറഞ്ഞ 2 ദിനങ്ങളാണ് ആഗസ്റ്റിലെ. ഏതാണ്? ആഗസ്റ്റ് 20 അന്തർദേശീയ കൊതുക് ദിനമാണ്. അന്തർദേശീയ കൊതുക് ദിനമാണ്. ആകെ കൊതുകാണെന്ന് കണക്ട് ചെയ്യുക. 10-20 കൊതുക് ഉണ്ടെന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, 10-22 വയസ്സ്. ആഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനം. ലോക നാട്ടറിവ് ദിനം. അറിവുള്ള ഒരു പയ്യനുണ്ട്, 10-22 വയസ്സുണ്ട് അവന്. ആഗസ്റ്റ് ആകെ അറിവാണ് അവന്. ആഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനം. ഓക്കെ, സെറ്റല്ലേ ഇത്? അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ. സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ. സെപ്റ്റംബർ ലോക നാളികേര ദിനം. ലോക നാളികേര ദിനം. ഏതാണ് ലോക നാളികേര ദിനം? സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. എങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക്? ലോക നാളികേര ദിനം. നാളികേരത്തിനെ എങ്ങനെ എടുത്തേ? നമ്മൾ ഒരു കത്തി എടുക്കുക, സെപ്പറേറ്റ് ആക്കുക. നാളികേരം എത്ര കഷ്ണമായി? 2 കഷ്ണമായി. സെപ്പറേറ്റ് ആക്കിയപ്പോൾ എത്ര കഷ്ണമായി? 2 കഷ്ണമായി. അപ്പൊ സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. കണക്ട് ചെയ്യുന്നത് എങ്ങനെയാ? നാളികേരത്തെ സെപ്പറേറ്റ് ആക്കാം നമുക്ക് 2ആയിട്ട്. അപ്പൊ ഈ 2 സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം സെപ്പറേറ്റ് ആക്കി. അപ്പൊ 2 കഷ്ണം കിട്ടി. അപ്പൊ സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമാണ്. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമാണ്. ഇനി അടുത്തതാണ് സെപ്റ്റംബർ 5ന്റെ പ്രത്യേകത എന്താ? നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദിനമാണല്ലോ. കേട്ടിട്ട് അധ്യാപകരാകാൻ പോകുന്നവരായിട്ടുള്ള ബന്ധപ്പെട്ട ദിനമല്ലേ? ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5. ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5. ദേശീയ അധ്യാപക ദിനമാണ്. നാളെ അധ്യാപകരാകാൻ പോകുന്ന, ഇപ്പോൾ അധ്യാപകരാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദിനമാണ് സെപ്റ്റംബർ 5. ദേശീയ അധ്യാപക ദിനം. ഓർത്തിരിക്കുക, ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. സെപ്റ്റംബർ 8 ഏതാണ്? സാക്ഷരതാ ദിനമാണ്. സെപ്റ്റംബർ 8 ഏതാണ്? സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനമാണ്. നമുക്ക് എങ്ങനെ നല്ല അറിവുള്ളവരെ സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം. സാക്ഷരത ഉള്ളവരെ നമ്മൾ സാക്ഷരത ഉള്ളവരും ഇല്ലാത്തവരും 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ഓർക്കുക. സാക്ഷരത ഉള്ളവരും ഇല്ലാത്തവരെന്ന് 2ആയിട്ട്. അപ്പൊ സെപ്റ്റംബർ എന്നുള്ളത് കിട്ടും. സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം. സാക്ഷരത ഉള്ളവരും ഇല്ലാത്തവരും 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ സാക്ഷരത ഉള്ളവർ സെപ്റ്റംബർ ആണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെപ്റ്റംബർ 8 ആണ് സാക്ഷരതാ ദിനം. സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം. സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. ഇനി അടുത്തതാണ് സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 എന്താണ്? ഓസോൺ ദിനമാണ്. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഈ ഓസോൺ എന്താണ്? ഓസോൺ ദിനമാണ് കേട്ടോ, സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ആണ് ഓസോൺ ദിനം എന്ന് ഓർക്കാൻ എന്താ നമുക്ക് ചെയ്യാം? ഓസോണിന്റെ പ്രത്യേകത എന്താണ്? ഓസോൺ നമുക്ക് ഒരു സുരക്ഷാ വലയമായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഇതിനൊക്കെ എല്ലാം തടഞ്ഞുകൊണ്ട് ഒരു സെപ്പറേറ്റ് ലെയർ അവിടെ ഉണ്ടായിരിക്കണല്ലേ? ഒരു സെപ്പറേറ്റ് ലെയർ അല്ലേ ഓസോൺ? അപ്പൊ അത് ഓർക്കുക, സെപ്പറേറ്റ് ലെയർ ഉണ്ട്, അത് ഓസോൺ ആണ്. സെപ്പറേറ്റ്, അത് സെപ്റ്റംബർ മാസത്തിലെ ദിനമാണ്. സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. സെപ്റ്റംബർ ലെയർ ഉണ്ട്, അത് ഓസോൺ ലെയർ ആണ്. അത് നമ്മൾ സംരക്ഷിക്കാനാണ്. സംരക്ഷിച്ചില്ലെങ്കിൽ 8ന്റെ പണിയല്ല, നമുക്ക് 16ന്റെ പണിയാണ് കിട്ടാൻ പോണത്. ഓസോൺ ലെയറിന്റെ ശോഷണം നമ്മൾ കുറച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ 16ന്റെ പണി കിട്ടുന്ന നോക്കുക. അപ്പൊ ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓക്കെ, സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ശബ്ദം ക്ലിയർ ആണോ? സൗണ്ട് ഉണ്ടോ? ഓഡിയബിൾ ആണോ? സ്റ്റാർട്ട് ചെയ്യാവോ? ഓക്കെ, സെറ്റ്. ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകാൻ നോക്കാം.
ലോക മുള ദിനം എന്നാണ്? ലോക മുള ദിനം എന്നാണ്? സെപ്റ്റംബർ 18 ലോക മുള ദിനം എന്നാണ്? സെപ്റ്റംബർ 18 ലോക മുള ദിനമാണ്. സെപ്റ്റംബർ 18 എന്നാണ്? ലോക മുള ദിനമാണ്. സെപ്റ്റംബർ 18 എന്നാണ്? ലോക മുള ദിനമാണ്. ലോക മുള ദിനം. സെപ്റ്റംബർ 21 അൾഷിമേഴ്സ് ദിനമാണ്. സെപ്റ്റംബർ 21 അൾഷിമേഴ്സ് ദിനമാണ്. ലോക ഹൃദയ ദിനമാണ് സെപ്റ്റംബർ 29. ഓക്കെ, 3 ദിനങ്ങളിലേക്കാണ്. സെപ്റ്റംബർ 18 ലോക മുള ദിനം, സെപ്റ്റംബർ 21 അൾഷിമേഴ്സ് ദിനം, സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഇതാണ് 3 ദിനങ്ങൾ. അടുത്ത സെപ്റ്റംബറിലെ 3 ദിനങ്ങൾ. സെപ്റ്റംബർ 18 ലോക മുള ദിനം, സെപ്റ്റംബർ 21 അൾഷിമേഴ്സ് ദിനം, സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. സെപ്റ്റംബർ 29. ഇത്രയും ദിനങ്ങൾ കൂടി സെപ്റ്റംബറിൽ ഓർത്തു വെച്ചേക്കുക. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. ഒക്ടോബർ മാസത്തിലെ പ്രധാന ദിനങ്ങൾ. ഒക്ടോബർ മാസത്തിലെ പ്രധാന ദിനങ്ങൾ ഏതൊക്കെയാണ്? ഒക്ടോബർ മാസത്തിലെ പ്രധാന ദിനങ്ങളാണ്. ഒക്ടോബർ 1 ലോക വെജിറ്റേറിയൻ ദിനമാണ്. ഒക്ടോബർ 1 ലോക വെജിറ്റേറിയൻ ദിനമാണ്. ഒക്ടോബർ 1 നോൺ വെജ് 0 എന്ന് ഓർക്കുക. നോൺ വെജ് 0 ലോക വെജിറ്റേറിയൻ ദിനമാണ്. അപ്പൊ 0 എന്ന് ഓർക്കുമ്പോ അത് ഒക്ടോബറിന്റെ ഇതായിട്ട് എടുക്കുക. ഒക്ടോബർ നോൺ വെജ് 0. വെജിറ്റേറിയൻ ദിനത്തില് 0 അല്ലേ ഉണ്ടാവില്ല. അപ്പൊ അത് ഓർക്കാം. വേണ്ട, അത് ഒക്ടോബർ ആയിട്ട് കണക്ട് ചെയ്യാം. ലോക വെജിറ്റേറിയൻ ദിനം ഒക്ടോബർ 1. ലോക വെജിറ്റേറിയൻ ദിനം ഒക്ടോബർ 1. ഗാന്ധി ജയന്തിയാണ് ഒക്ടോബർ 2. മാത്സ് ഒക്കെ ചെയ്യുമ്പോ ചില ഡേറ്റുകൾ ചോദിക്കാറുണ്ട്. ഗാന്ധി ജയന്തി, ശിശു ദിനം, പിന്നെ ഏതാ ക്രിസ്മസ്, ഡിസംബർ 25 ക്രിസ്മസ്. ഈ ദിനങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ദിനങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ചിലപ്പോ എവിടെയെങ്കിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ വരികയാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഓപ്ഷനിൽ നിന്ന് കട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ ലോക അധ്യാപക ദിനം ആദ്യം ഏതാ? ദേശീയ അധ്യാപക ദിനം എന്നാണ് നിങ്ങളുടെ നമ്മുടെയൊക്കെ ദേശീയ അധ്യാപക ദിനമാണ്. സെപ്റ്റംബർ 5 സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമാണെങ്കിൽ ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. ലോക അധ്യാപക ദിനം എന്നാണ്? ലോക അധ്യാപക ദിനമാണ് ഒക്ടോബർ 5. ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് 2 ദിനങ്ങളും കൂടി നമുക്ക് അടുപ്പിച്ച് ഓർക്കാൻ പറ്റുന്നുണ്ട്. ഒക്ടോബർ 9 പ്രത്യേകത എന്നാണ്? ലോക തപാൽ ദിനമാണ്. ആദ്യം ലോകമല്ലേ, ലോകം കഴിഞ്ഞിട്ടല്ലേ ദേശീയമുള്ളൂ. ഇത് 2 അടുപ്പിച്ച ദിനങ്ങളാണ്. ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം. ഇപ്പൊ ഒക്ടോബർ 9 ആദ്യം ലോകം കഴിഞ്ഞിട്ടല്ലേ ദേശീയമുള്ളൂ. അത് ഓർക്കുക, അങ്ങനെ കാണിക്കുക. അപ്പൊ ഒക്ടോബർ 9 ലോക തപാൽ ദിനവും ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമാണ്. ഓക്കെ, നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. ഒക്ടോബർ 1 ലോക വെജിറ്റേറിയൻ ദിനം, 0 നോൺ വെജ് എന്ന് ഓർക്കാം. 0 നോൺ വെജ്. അപ്പൊ ലോക വെജിറ്റേറിയൻ ദിനം ഒക്ടോബർ 1. ഗാന്ധി ജയന്തി ഒക്ടോബർ 2. ലോക അധ്യാപക ദിനം, ദേശീയ അധ്യാപക ദിനം, ലോക അധ്യാപക ദിനം. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5 ആണെങ്കിൽ ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ലോക തപാൽ ദിനം ഒക്ടോബർ 9 ആണെങ്കിൽ ദേശീയ തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 10. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സ്ലൈഡിലേക്ക് പോകാം നമുക്ക്. ദേശീയ തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 10. പിന്നെ ഏതാണ് ദേശീയ തപാൽ ദിനം? അത് ലോക മാനസിക ആരോഗ്യ ദിനം കൂടിയുണ്ട്. ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനവും ഒക്ടോബർ 10. ദേശീയ തപാൽ ദിനം, ലോക മാനസികാരോഗ്യ ദിനം എന്നിവ ഒക്ടോബർ 10 ആണ്. ഇനി അടുത്ത ദിനമാണ്, ഇമ്പോർട്ടന്റ് ദിനമാണ്. ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമാണ്. ചേട്ടനെ കിടക്കെ ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്, ആവർത്തിക്കാറുള്ള ചോദ്യങ്ങളാണ്. ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ 15. ലോക
ഭക്ഷ്യദിനമാണ് ഒക്ടോബർ 16. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ 16. UN സ്ഥാപക ദിനമാണ് ഒക്ടോബർ 24. UN സ്ഥാപക ദിനമാണ് ഒക്ടോബർ 24. ഒക്ടോബർ 24. നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ പോവാം. ദേശീയ തപാൽ ദിനം, ലോക തപാൽ ദിനം ഒക്ടോബർ 9, ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10, ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10, ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ 15, ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ 15, ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16, UN സ്ഥാപക ദിനം ഒക്ടോബർ 24. UN സ്ഥാപക ദിനം ഒക്ടോബർ 24. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് PDF ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ 1-2 പ്രാവശ്യം കൂടി വായിച്ചു കഴിയുമ്പോൾ ദിനങ്ങളെല്ലാം ക്ലിയർ ആവും. ദിനങ്ങളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പൊ അത് സെറ്റ് ആയിക്കോളും. ആരും ഇത് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അത് കാര്യമാക്കേണ്ട. ഈ വീഡിയോസ് 1-2 പ്രാവശ്യം കൂടി ഒന്ന് കാണാൻ പറ്റുവാണെങ്കിൽ കാണുക, വോയിസ് കേൾക്കുക. അപ്പൊ ക്ലിയർ ആയിക്കോളൂ കേട്ടോ. ക്ലാസ് എക്സാം കൂടി എഴുതുമ്പോൾ സെറ്റ് ആവും. ഓക്കെ, ഇനി നവംബർ മാസത്തിലെ പ്രധാന ദിനങ്ങളിലേക്ക് പോകാം. നവംബർ മാസത്തിലെ പ്രധാന ദിനങ്ങൾ ഏതൊക്കെയാണ്? നവംബർ മാസത്തിലെ പ്രധാന ദിനങ്ങൾ നവംബർ 2 ലോക ന്യൂമോണിയ ദിനം. നവംബർ 2 ന്യൂമോണിയ എന്നുണ്ട്, നവംബർ ആണ് കിട്ടി. നവംബർ 2 ന്യൂമോണിയ ദിനം. നവംബർ 2. വോയിസ് ക്ലിയർ അല്ല, ബ്രേക്ക് ആവുന്നുണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടോ വോയിസില്? റേഞ്ചിന്റെ പ്രശ്നമാണോ ചെക്ക് ചെയ്യാവോ? അവിടുത്തെ എല്ലാവർക്കും ക്ലിയർ ആണോ? ബാക്കിയുള്ളവർക്കും കട്ട് വന്നുണ്ടോ വോയിസ്? ഒന്ന് പറയാവോ? ചാറ്റ് ചെയ്യാവോ? വോയിസ് പ്രശ്നമുണ്ടോ? റേഞ്ചിന്റെ പ്രശ്നമാണോ? ഇല്ല, ക്ലിയർ ആണ്. റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ക്ലിയർ അല്ലാത്തവരുടെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൈക്കോളജിയുടെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. സൈക്കോളജി അത് ഓർത്തേക്കുക. ആരും ക്ലാസ് കഴിയുമ്പോൾ തന്നെ പോകരുത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നവംബർ 2 ഏതാണ്? നവംബർ 2 ഏതാണ്? നവംബറിന്റെ എന്നെ എടുക്കുക. ന്യൂമോണിയയുടെ P ആണ്, അത് ഓർക്കണ്ട. നമ്മള് പ്രൊനൗൺസിയേഷൻ എന്നല്ല ആദ്യം തന്നെ P എന്നുള്ളത് ഓർക്കണ്ട. ന്യൂമോണിയ, ലോക ന്യൂമോണിയ ദിനം നവംബർ 2. നവംബർ 2 ന്യൂമോണിയ ദിനം എന്നാണ്? നവംബർ 2. നവംബർ 2 ലോക ന്യൂമോണിയ ദിനം നവംബർ 2. ലോക ശാസ്ത്ര ദിനം എന്നാണ്? ലോക ശാസ്ത്ര ദിനം. ദേശീയ ശാസ്ത്ര ദിനം നമ്മൾ പഠിച്ചു. 1928 ഫെബ്രുവരി 28 CB രാമന്റെ കണ്ടെത്തലിന് കിട്ടിയത്. ഇപ്പൊ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിച്ചു വരുന്നു. ലോക ശാസ്ത്ര ദിനം എന്നാൽ നവംബർ 10. ലോക ശാസ്ത്ര ദിനം എന്താണ്? നവംബർ 10. ലോക ശാസ്ത്ര ദിനം നവംബർ 10. ഒത്തുവെച്ചേക്ക, നവംബർ 10. ലോക ന്യൂമോണിയ ദിനം നവംബർ 2. ലോക പക്ഷി നിരീക്ഷണ ദിനം സലീം അലിയുടെ ഓർമ്മദിനമായിട്ട് ജന്മദിനം നവംബർ 12. ഇത് ഓർത്തു വെച്ചാൽ ലോക പക്ഷി നിരീക്ഷണ ദിനം. ലോക പക്ഷി നിരീക്ഷണ ദിനമാണ് നവംബർ 12. നവംബർ 12. നവംബർ 12 ഏതാണ്? ലോക പക്ഷി നിരീക്ഷണ ദിനമാണ്. ലോക പക്ഷി നിരീക്ഷണ ദിനമാണ് നവംബർ 12. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നവംബറിലെ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. നവംബർ 2 ലോക ന്യൂമോണിയ ദിനം. നവംബർ 10 ലോക ശാസ്ത്ര ദിനം. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. നവംബർ 12 ലോക പക്ഷി നിരീക്ഷണ ദിനം. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ലോക പ്രമേഹ ദിനം, ദേശീയ ശിശുദിനം. ഇത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ലോക പ്രമേഹ ദിനം, ശിശുദിനത്തിന് എല്ലാവർക്കും ലഡുവും ജിലേബിയൊക്കെ കൊടുക്കും. ലഡുവും ജിലേബിയൊക്കെ കൊടുക്കും എല്ലാവർക്കും. അപ്പൊ എന്ത് കഴിക്കും? പ്രമേഹം പിടിക്കും.
അപ്പൊ എന്ത് ചെയ്യാം, പ്രമേഹം ഉണ്ടാവും, അത് ഓർക്കുക, ഷുഗർ ഉണ്ടാവും. അപ്പൊ നവംബർ 14 ലോക പ്രമേഹ ദിനമാണ്. ലോക പ്രമേഹ ദിനം ദേശീയ ശിശുദിനമാണ്. ഈ ദേശീയതയ്ക്ക് പ്രത്യേകത ഉണ്ട്, ദേശീയ ശിശുദിനമാണ്. ഓക്കെ, ദേശീയ ശിശുദിനമാണ് നവംബർ 14. ലോക ശിശുദിനം എന്നാണ്, ലോക ശിശുദിനമാണ് നവംബർ 20. നവംബർ 20. ഓക്കെ, ക്ലിയർ അല്ലേ? നവംബർ 20 മാറിപ്പോകരുത്. ദേശീയ ശിശുദിനം നവംബർ 14, ലോക ശിശുദിനം നവംബർ 20 അന്താരാഷ്ട്ര ടെലിവിഷൻ ദിനമാണ് നവംബർ 21. 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 ഓക്കെ, ലോക പ്രമേഹ ദിനം നവംബർ 14, ദേശീയ ശിശുദിനം നവംബർ 14, ലോക ശിശുദിനം നവംബർ 20, അന്താരാഷ്ട്ര ടെലിവിഷൻ ദിനം നവംബർ 21. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യും, 3-4 ക്വസ്റ്റ്യൻസും കൂടി ചെയ്തിട്ട് അടുത്ത ദിവസം നമുക്കൊരു എക്സാം ഇടാം. എക്സാമിന്റെ മാർക്ക് നമുക്ക് കമന്റ് ചെയ്യാം, അപ്പൊ ക്ലാസ് ക്ലിയർ ആവും. ഓക്കെ, ഡിസംബർ മാസത്തിലെ പ്രധാന ദിനങ്ങൾ. ഡിസംബർ ലോക എയ്ഡ്സ് ദിനം എന്നാണ്. ലോക എയ്ഡ്സ് ദിനം എല്ലാവർക്കും അറിയാവുന്ന ഡേറ്റ് ആണ്, ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ഡിസംബർ ലോക എയ്ഡ്സ് ദിനമാണ്. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനമാണ് ഡിസംബർ 1. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ് ഡിസംബർ 2. ഡിസംബർ 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ് ഡിസംബർ 2. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2. അന്താരാഷ്ട്ര വികലാംഗ ദിനം. അന്താരാഷ്ട്ര വികലാംഗ ദിനമാണ് ഡിസംബർ 3. ഡിസംബർ 3 അന്താരാഷ്ട്ര വികലാംഗ ദിനമാണ്. അപ്പൊ 1, 2, 3 ദിനങ്ങൾ പഠിച്ചു. ഡിസംബറിലെ 1 ലോക എയ്ഡ്സ് ദിനമാണ്. 2 ഡിസംബർ 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ്. ഡിസംബർ 3 അന്താരാഷ്ട്ര വികലാംഗ ദിനമാണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത സ്ലൈഡിലേക്ക് പോകാൻ. ഡിസംബറിലെ ലോക മണ്ണ് ദിനം. ലോക മണ്ണ് ദിനം ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5. വോളണ്ടിയർ ദിനവും എന്നാണ്, ഡിസംബർ 5. വോളണ്ടിയർ ദിനം ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5. ലോക മണ്ണ് ദിനമാണ് ഡിസംബർ 5. ഓർത്തു വെക്കുക. വോളണ്ടിയർ ദിനമാണ് ഡിസംബർ 5. ലോക പർവ്വത ദിനം. ലോക പർവ്വത ദിനം. പർവ്വതദിനം ഓർത്തു വെക്കാനായിട്ട് ഒരു കണക്ഷൻ പറഞ്ഞുതരാം. ലോക പർവ്വത ദിനം ഓർത്തു വെക്കാനായിട്ട് ഒരു കണക്ഷൻ പറയാം. ഡിസംബർ മാസത്തിലല്ലേ പർവ്വതത്തിന്റെ മേളിലേക്ക് നമ്മൾ ഒരു ഉയർന്ന പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ തണുപ്പ് കൂടി വരുമല്ലേ. മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ ഉയർന്ന പ്രദേശം പർവ്വതത്തിന്റെ മേളിലേക്കൊക്കെ ചെല്ലുന്നതോറും നമുക്ക് എന്താണ്, തണുപ്പ് കൂടി വരും. അപ്പൊ ഡിസംബർ മാസത്തില് ആണ് നല്ല തണുപ്പുള്ളത്. അപ്പൊ ഡിസംബർ മാസം അങ്ങനെ കണക്ട് ചെയ്യാം. പർവ്വത ദിനത്തിന് ഡിസംബർ അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി 11 അല്ലേ, 11. ഈ 11 ഒന്ന് ചെരിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി, ഒരു പർവ്വതം പോലെ ഒരു ചെറിയ ചെരുവൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ 11 2 ഒന്നുകൾ കൂടിച്ചേർന്ന് ചെരിഞ്ഞ് 2 ഒന്നുകൾ കൂടിച്ചേരുവാണെങ്കിൽ ലോക പർവ്വത ദിനമായി. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കണക്ട് ചെയ്തിട്ട് എന്ന് വിചാരിച്ചാട്ടോ കോഡുകളൊക്കെ കണക്ഷൻ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ ഇതായിരിക്കും ക്ലാസ്സിൽ ഓർമ്മ വരിക. അപ്പൊ പഠിപ്പിച്ച കാര്യങ്ങൾ ചിലപ്പോൾ അന്നേരം ഓർമ്മ വരും, സ്ട്രൈക്ക് ആവും. ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഓർമ്മയിൽ നിന്ന് അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞു പോണത്. ഓക്കെ, കണക്ട് ചെയ്യാവുന്നതല്ല, കണക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ എക്സാം എഴുതുമ്പോൾ അങ്ങനെയും കിട്ടും. അപ്പൊ ലോക പർവ്വത ദിനം, പർവ്വതത്തിന് മേളിലേക്ക് പോകുന്തോറും തണുപ്പാണ്. ഡിസംബർ മാസം തണുപ്പാണ്, തണുപ്പുള്ള മാസം ഡിസംബർ. അങ്ങനെ എടുത്ത് നമ്മൾ 11 ഡിസംബർ 11 ലോക പർവ്വത ദിനമാണ്. ലോക യുവജന ദിനമാണ് ഡിസംബർ 12. ലോക യുവജന ദിനമാണ് ഡിസംബർ 12. ഓക്കെ, ലോക യുവജന ദിനമാണ് ഡിസംബർ 12. ഡിസംബർ 12 ദേശീയ യുവജന ദിനമാണ്. എന്നാ ദേശീയ യുവജന ദിനം ജനുവരി 12 ജനുവരി 12. ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ആയിട്ട് റിലേറ്റ് ചെയ്ത ദിനമാണ് ജനുവരി 12. അപ്പൊ
ലോക യുവജന ദിനം എന്താണ്? ലോക യുവജന ദിനമാണ് ഡിസംബർ 12. ദേശീയ കർഷക ദിനം ഡിസംബർ 23 ദേശീയ കർഷക ദിനമാണ്. ഇത് നമുക്ക് തണുപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഡിസംബർ മാസത്തിൽ തണുപ്പുണ്ട്, അതുകൊണ്ട് കർഷകർക്ക് അനുയോജ്യമായ മാസമാണ്. കർഷകർക്ക് കൃഷിയൊക്കെ ചേർക്കാൻ അനുയോജ്യമായ മാസമാണ്. കർഷകർക്ക് ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ കൃഷിക്ക് നല്ലതായിരിക്കില്ലേ? ആയിരിക്കും. അപ്പൊ ദേശീയ കർഷക ദിനം ഡിസംബർ 23. ദേശീയ കർഷക ദിനം ഡിസംബർ 23. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ പറഞ്ഞത് ഡിസംബർ 5 ലോക മണ്ണ് ദിനം, വോളണ്ടിയർ ദിനം ഡിസംബർ 5, ലോക പർവ്വത ദിനം ഡിസംബർ 11, ലോക യുവജന ദിനമാണ് ഡിസംബർ 12, ദേശീയ കർഷക ദിനമാണ് ഡിസംബർ 23. ഓക്കെ, ക്ലിയർ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ ആൻസർ പറയണം. നിങ്ങൾ എല്ലാവരും ചാറ്റിൽ ആൻസർ ഇടണം. നമുക്ക് നോക്കാം ആരൊക്കെ ശരിയാക്കും നോക്കാം. കിട്ടുന്നുണ്ടോ നോക്കാം. കിട്ടാത്തവരും വിഷമിക്കൊന്നും വേണ്ട. ഇത് ചെയ്ത് തെറ്റി കഴിയുമ്പോൾ 1-2 പ്രാവശ്യം തെറ്റി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ആവും ഈ കാര്യങ്ങൾ. ഇപ്പൊ എക്സാം എഴുതുക, എല്ലാവരും മാക്സിമം എക്സാമുകളും കൂടെ എഴുതുക, ക്ലാസ് കേൾക്കുക, എക്സാം എഴുതുക, ശരിയാക്കാവുന്ന ശരിയാക്കുക, തെറ്റിച്ച് ശരിയാക്കുക, തെറ്റ് പിന്നീട് തിരുത്താം. ഒരു പ്രാവശ്യം തെറ്റിയത് പിന്നെ തെറ്റായിരുന്നാൽ മതി. ഓക്കെ, ആദ്യം കേട്ടിട്ട് എക്സാം ഒക്കെ ചിലപ്പോൾ തെറ്റിന്നൊക്കെ ഇരിക്കുക. അതുകൊണ്ടൊന്നും ആരും വിഷമിക്കേണ്ട, അതൊരു പ്രശ്നമുള്ള കേസല്ല. എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. എനിക്ക് മാത്രം പറ്റും എന്നുള്ള ചിന്തയൊന്നും ആർക്കും വേണ്ട, എല്ലാവർക്കും സാധിക്കുന്നതാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലോക പരിസ്ഥിതി ദിനം എന്നാണ് കേട്ടോ. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന്. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന് ഒന്ന് ചാറ്റ് ചെയ്യാവോ? ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ലോക പരിസ്ഥിതി ദിനമാണ്. ശരിയാണ്. ജൂൺ 5. ഓക്കെ, റൈറ്റ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം നമ്മൾ പഠിച്ചാണ്. ജൂൺ 5 നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലോക ജലദിനമായി ആചരിക്കുന്നതെന്നാണ്. ലോക ജലദിനമായി ആചരിക്കുന്നതെന്നാണ്. പറയാൻ പറ്റുമോ? സ്റ്റാർട്ട് ചെയ്യും. ലോക ജലദിനമായി ആചരിക്കുന്നതെന്ന്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏതാണ്? മാർച്ച് 22. മാർച്ച് 21 തൊട്ടുള്ള കോഡ് നമ്മൾ പറഞ്ഞു. വനജയുടെ കാലക്ഷയം ഇത് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉത്തരം കിട്ടും. വനദിനം 21, 22 ജലദിനം, കാലാവസ്ഥ 23, 24 ക്ഷയരോഗം. അപ്പൊ ഓക്കെ, എല്ലാവരും എഴുതിയ ഉത്തരം കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേശീയ വന മഹോത്സവ ദിനമായി ആചരിക്കുന്നതെന്ന്. ദേശീയ വന മഹോത്സവ ദിനം എന്നാണ്. ഒന്ന് ചാറ്റ് ചെയ്യൂ. ദേശീയ വന മഹോത്സവ ദിനം. ദേശീയ വന മഹോത്സവ ദിനം കിട്ടിയോ? എല്ലാവരും ചാറ്റ് ചെയ്തേ. ദേശീയ വന മഹോത്സവ ദിനം. യെസ്, കറക്റ്റ് ആണ്. ജൂലൈ 1.
ജൂലൈ 1 കറക്റ്റ് ഉത്തരമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദേശീയ വനമഹോത്സവ ദിനമായ ജൂലൈ 1. ഓക്കെ, അടുത്തതിലേക്ക്. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന എന്നാണ്. ലോക മണ്ണ് ദിനം. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന എന്നാണ്. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന എന്നാണ്. എല്ലാവരും ചാറ്റ് ചെയ്യോ, ആൻസർ ചെയ്ത് നോക്കാം. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന എന്നാണ്. കിട്ടുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഉത്തരം ഏതാണ് ഇതിനകത്ത്? ഇതിന്റെ ഉത്തരം ഡിസംബർ 5. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5. അടുത്ത ചോദ്യം ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ഒന്ന് ഓർത്തു നോക്കിയേ. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്നാണ്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ ഒന്ന് ആൻസർ ചെയ്തേ. കറക്റ്റ് ആണ്, ആൻസർ കറക്റ്റ് ആണ്. നമ്മുടെ കോഡുകളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. കണക്ഷൻസ് കോഡുകളും കണക്ഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2. ഫെബ്രുവരി 2. വരി നിന്ന് 2 പെഗ് അടിക്കാനുള്ള തണ്ണി മേടിക്കുന്ന കാര്യം ഓർത്താൽ മതി. നമ്മളൊരു കണക്ഷനായിട്ട് പറഞ്ഞുള്ളൂ. ഓക്കെ.